ഡിഗ്രി പ്രിലിംസ് ഫേസ് 1 മെയ് 2 നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട. ഫേസ് 2 ആൻഡ് ഫേസ് 3 എഴുതുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഈ വീഡിയോ കാണാവൂ. കാര്യം ഫേസ് 1 എഴുതുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഇനി സമയം തീരെയില്ല. ഓരോ സെക്കൻഡും റാങ്ക് മേക്കിംഗ് സെക്കൻഡ്സ് ആണ്. പോയിരുന്ന് പഠിച്ചോ. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ സമയം ഉണ്ടെന്ന് കണ്ടോളൂ. അതിനകത്ത് എങ്ങനെയാണ് ഫേസ് 1 വേണ്ടി തയ്യാറെടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ ഫേസ് 2 ആൻഡ് ഫേസ് 3 എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതായത് നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുകയാണല്ലോ. കാര്യം ഫേസ് 2 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മെയ് 16 ഫേസ് 3 അടുത്ത മാസം 6 ജൂൺ 6 നമ്മുടെ മുമ്പിൽ ഏകദേശം ഒരു മാസത്തോളം സമയമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. കാര്യം ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഫേസ് 2 ആൻഡ് ഫേസ് 3 എഴുതുന്ന സ്റ്റുഡൻസ് പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറിയാണ്. കാറ്റഗറി 1 എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, പ്രിലിംസ് ഒരു കൈ പയറ്റാൻ റെഡിയാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും പഠിക്കത്തില്ല. കയ്യാലപ്പുറത്തെ തേങ്ങ എന്നൊക്കെ പറയുന്ന പോലെ പരീക്ഷ ജയിക്കുവോ തോക്കുവോ എന്നുള്ള കൺഫ്യൂഷൻ ഇരിക്കുന്ന ടീംസാണ് രണ്ടാമത്തെ ടീംസ്. ഈ രണ്ട് പേരും ഞാൻ ഇനി പറയാവുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന സ്റ്റഡി പ്ലാൻ, ഹോട്ട് ടോപ്പിക്സിന്റെ ലിസ്റ്റുകൾ, അതിനോടൊപ്പം തന്നെ മസ്റ്റായിട്ടും ചെയ്ത് പരിശീലിക്കേണ്ട 100 ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന്റെ ഡീറ്റെയിൽ സൊല്യൂഷൻസ് അടങ്ങിയ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് എപ്പോഴും പറയുന്നില്ല, കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് ആവുക. ഡെയിലി രാവിലെ അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റുകൾ മസ്റ്റായി അറ്റൻഡ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. സെറ്റ് ആണല്ലോ. അപ്പോ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഒന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഫേസ് 2 ആയാലും ഫേസ് 3 ആയാലും കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇനി പഠിച്ച ജയിക്കോ എന്നൊക്കെയുള്ള സംശയമുള്ള കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരെടുത്താൽ ഇതിനു ശേഷം അത്യാവശ്യം പഠിച്ചിട്ടുള്ള ആൾക്കാർക്കുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് ഇതുപോലൊരു അവസരം എനിക്ക് കിട്ടത്തില്ല. കാര്യം ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്ന ഘട്ടം പാസ്സാവാൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പത്തിന് സാധിക്കും. പ്രോപ്പർ സ്റ്റഡി പ്ലാൻ വെച്ചങ്ങ് പഠിച്ചാൽ മതി. ഞാൻ തന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റഡി പ്ലാൻ, അതായത് ഏകദേശം ഇനിയുള്ള സമയം കൊണ്ട് ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള സ്റ്റഡി പ്ലാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു സംശയവും ഞാൻ ഉറപ്പുവരാണ്. അതിന് കൂടെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ പ്ലേലിസ്റ്റ്, യൂട്യൂബിൽ എടുത്തിട്ട് പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകളും പരമാവധി കണ്ടു തീർക്കാം. മനസ്സിലായല്ലോ. കാര്യം നമുക്ക് എപ്പോഴും ലൈഫിൽ സെക്കൻഡ് ചാൻസ് കിട്ടണമെന്നില്ല. നമ്മുടെ മുമ്പിൽ ഏകദേശം ഒരു മാസത്തോളം സമയമുണ്ട്. അതുകൊണ്ട് തന്നെ കട്ടയ്ക്ക് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ സപ്പോർട്ടാണ് വേണ്ടതെങ്കിൽ വെറും 499 രൂപ മുതൽ നമ്മൾ ഡിഗ്രി പ്രിലിംസിന്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 ഫുൾ ടെസ്റ്റും 30 മൈക്രോ ടെസ്റ്റും അടങ്ങുന്ന റിവിഷൻ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള റിവിഷൻ പ്ലസ് ടെസ്റ്റ് സീരീസ് ബാച്ച് ഉണ്ടല്ലോ, വെറും 499 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സിന് സമഗ്രമായിട്ടുള്ള ക്ലാസ്സുകളാണ്. സിലബസ് ഫുള്ളി കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 999 ക്രാഷ് കോഴ്സ് പരിഗണിക്കാവുന്നതാണ്. 499 കോഴ്സ് ആയാലും നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാന്നുണ്ടെങ്കിൽ ആ കോഴ്സ് വെച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എക്സാമിന്. ഓക്കെ, ഇനിയുള്ള ദിവസം അതിനുള്ള സമയമേ ഉള്ളൂ. ഇതിനകത്ത് ക്ലാസ് കണ്ടു തീർക്കുന്ന സമയം മാത്രമേ നിങ്ങൾക്ക് മുമ്പിലുള്ളൂ. വലിച്ചു വാരി പഠിക്കാൻ നിൽക്കരുത്. അതല്ല, നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആണ് കംഫർട്ടബിൾ എങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ ഇട്ടിട്ടുള്ള PDF നോട്ട്സ് വെച്ച് കട്ടൊക്കെ പഠിക്കാം. ഓക്കെ, അവസരം പാഴാക്കരുത്. ഇനി എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യം പഠിക്കുന്നുണ്ട്, ഈ എക്സാമിന് വേണ്ടി അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, പ്രിലിംസ് എഴുതി കഴിഞ്ഞാൽ പാസ്സാവാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന രണ്ടാമത്തെ കാറ്റഗറി ഓഫ് പിള്ളേരുണ്ടല്ലോ, അവരുടെ അടുത്താണ്. നിങ്ങളുടെ പ്ലാൻ കറക്റ്റ് ആണ്. പ്രിലിംസ് നമുക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. ഞാൻ ആ പ്ലേലിസ്റ്റിൽ ഇട്ടുള്ള വീഡിയോസ് മാത്രം കണ്ടാൽ മതി. എങ്ങനെ പഠിക്കാമെന്ന് കൃത്യമായിട്ട് പാസ്സാവാൻ പറ്റും, സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കിവിടെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ് 1 എഴുതുന്ന ടീംസ് ഉണ്ടല്ലോ, അവർ ഫേസ് 1 എഴുതി പ്രിലിംസ് എന്ന് പറയുന്ന ആ ഒരു തലവേദന ഒതുക്കിയിട്ട് മെയിൻസിന്റെ പ്രിപ്പറേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ മെയിൻസിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് സ്റ്റേജ് 2 ഫേസ് 2ഓ 3ഓ കഴിഞ്ഞിട്ടായിരിക്കും. അതൊരു ഡേഞ്ചറസ് ആണ്. കാര്യം പ്രിലിംസിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല, പാസ്സായാൽ മതി. മെയിൻസിന്റെ ഓരോ മാർക്കും പക്ഷേ നിങ്ങളുടെ റാങ്കിനെയും ജീവിതത്തെയും പ്രൊമോഷനെയും കരിയർ പ്രോഗ്രഷനെയും അടുത്ത തലമുറ വരെ ബാധിക്കും. നിങ്ങളുടെ മെയിൻസിന് ഇടുന്ന ഓരോ മാർക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും ഡിസൈഡ് ചെയ്യുന്നതിന്റെ ബേസിസിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇനി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിലിംസിലും മെയിൻസിലും ഓവർലാപ്പ് ചെയ്തിരുന്ന ഏരിയാസ് ഉണ്ടല്ലോ, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സയൻസിന്റെ ചില ഏരിയാസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ്, ഈ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതാകുമ്പോൾ പ്രിലിംസിന് മുമ്പായിട്ട് തന്നെ മെയിൻസിന്റെ അത്ര ഏരിയാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കി വെക്കാൻ പറ്റും. അതല്ലാതെ ഇപ്പം IT ഇപ്പം മെയിൻസിന് ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പില്ല. അപ്പോൾ IT വിടാം. അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി പ്രിലിംസിൽ ടോപ്പിക്കാം അല്ലേ. അപ്പോൾ മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വേറൊരു സിലബസ് ആണ് വരിക. അപ്പൊ നിങ്ങൾ സ്മാർട്ടായിട്ട് പഠിക്കണം. രണ്ട് പരീക്ഷയ്ക്കും ഓവർലാപ്പ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് അത് കണ്ടെത്തി അത് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തി പഠിച്ചു കഴിഞ്ഞാൽ ഒരു വെടിക്ക് 2 പക്ഷി പ്രിലിംസും പാസ്സാവും. അതിനോടൊപ്പം എന്താണ്,
മെയിൻസിന് തയ്യാറായിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ തുടങ്ങാം. കാര്യം മെയിൻസ് ആണ് ഇവിടുത്തെ ഗെയിം ചേഞ്ചർ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സപ്പോർട്ട്, ഒരു അഫോർഡബിൾ ഫീസിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്രാഷ് കോഴ്സിലേക്കോ അല്ലെങ്കിൽ റിവിഷൻ ബാച്ചിലേക്കോ വരാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഡെമോ ക്ലാസ് സഹിതം കിട്ടും. ഈ ഡെമോ ക്ലാസ് സഹിതം കണ്ടാൽ പോലും നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു കേസിന് പറയാനുള്ളത്. എനിക്കിത് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് അത് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ കറക്റ്റ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാം. കാര്യം ഇതിപ്പം ഡിജിറ്റൽ യുഗമാണ്. എനിക്ക് അറിയില്ല നിങ്ങളുടെ അവസ്ഥ, സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അവസ്ഥ പറയുക, ഏത് കാറ്റഗറിക്കാണ് പെടുന്നതെന്ന് പറയാം, മറ്റേതെങ്കിലും കാറ്റഗറി അത് പറയാം, അല്ലെങ്കിൽ പ്രിലിംസ് പ്രിപ്പറേഷന്റെ ഭാഗമായി നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷനുമായിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. പുഷ് ദ കോമ്പറ്റീഷൻ. ഈ വീഡിയോ നിങ്ങൾ സ്നേഹിക്കുന്ന, ജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിനും കൂടെ ഷെയർ ചെയ്യാം.